സ്ഥാനമോഹികളാണ് പാർട്ടി വിട്ട് ബിജെപിയിലേക്ക് പോകുന്നത് എന്ന് കെപിസിസി പ്രസിഡന്റ് എം ഹസൻ. കേരളത്തിലും ഭാഗ്യാന്വേഷികൾ ഉണ്ടാകാം. കേരളത്തിൽ നിന്ന് ബിജെപിയിലേക്ക് പോകുമെന്ന് പ്രചരിക്കുന്ന എംപിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം പാർട്ടി വിടില്ലെന്നും ഹസൻ മലപ്പുറത്ത് പറഞ്ഞു. ഭാഗ്യാന്വേഷികളായ അധികാരമോഹികളായ ചിലർ ബിജെപിക്ക് വഴിയെ പോയി കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടി, ഇനി ഒന്നും കിട്ടാനില്ല. ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളവരായിരിക്കും അവര്. അല്ലാതെ അതാ പോകുമ്പോ പറയാം ആരാ പോകുന്നതെന്ന് വെച്ചാൽ. അതൊക്കെ പോകുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ വെറുതെ അദ്ദേഹത്തോട് ചോദിക്കാം. ഒരു കാരണവശാലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പ്രചരണം ശരിയല്ല. എനിക്ക് ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ കൂടി എപ്പിയാണ്. അതൊക്കെ ചർച്ച ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളും ബിജെപി കേന്ദ്രങ്ങളുമാണ്. AK ലതീഷ് മറ്റു വിവരങ്ങൾ നൽകും. ലതീഷ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്? അരുൺ, ഭാഗ്യാന്വേഷികളായ സ്ഥാനമോഹികൾ ബിജെപിയുടെ പ്രലോഭനത്തിൽ വഴങ്ങി പാർട്ടി വിടുന്നതായാണ് KPCC അധ്യക്ഷൻ എം ഹസൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. SM കൃഷ്ണ, ജാഫർ ഷെരീഫ് അടക്കമുള്ള നേതാക്കളുടെ നിലപാട് മാറ്റത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഹസൻ. ജാഫർ ഷെരീഫും ഒരു ഭാഗ്യാന്വേഷി തന്നെയാണ്. കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും വാഗ്ദാനം ലഭിച്ചിട്ടാവാം അദ്ദേഹത്തിന്റെ ഈ നിലപാട് മാറ്റം. മോഹൻ ഭാഗവതിനെ രാഷ്ട്രപതിയാക്കണമെന്ന നിലപാട് മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവായ ജാഫർ ഷെരീഫിന്റേതായ അഭിപ്രായം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്തെങ്കിലും വാഗ്ദാനം ഇദ്ദേഹത്തിനും ലഭിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇവർക്കൊക്കെ എന്ത് പദവി ലഭിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് പല കോൺഗ്രസ് നേതാക്കളും ജനതാദളിലേക്ക് പോയ ഒരു കാലവും ഉണ്ടായിട്ടുണ്ട് എന്നും ഹസൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കേരളത്തിലെ നേതാക്കൾ ബിജെപിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളവർ ഉണ്ടാകാം എന്ന മറുപടിയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പറയുന്നത് പോകുമ്പോൾ മാത്രമേ ഇത്തരക്കാർ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയാനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരു MP ബിജെപിയിലേക്ക് പോകുമെന്ന് പ്രചരണമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. നൽകിയത്. സംസ്ഥാനത്ത് വിജിലൻസ് രാജ് എന്ന ഹൈക്കോടതി പരാമർശത്തിൽ പ്രതികരണവുമായി ജേക്കബ് തോമസ്. ഉന്നതർക്കെതിരെ അഴിമതി ചോദ്യം ചെയ്താൽ വിജിലൻസ് രാജാകുന്നത് എങ്ങനെയെന്ന് ജേക്കബ് തോമസ്. സ്വന്തക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിക്കുന്നതും അഴിമതി തന്നെയെന്ന് ജേക്കബ് തോമസ്. വിജിലൻസ് ഡയറക്ടറായി മടങ്ങി വരുമോ എന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം കൂടുതലല്ലേ എന്നും ജേക്കബ് തോമസിന്റെ മറുപടി. രാജ്കുമാർ വിവരങ്ങൾ നൽകും. രാജ്കുമാർ, എന്തൊക്കെയാണ് ജേക്കബ് തോമസ് പറഞ്ഞത്? കൊല്ലത്ത് പ്രൊഫസർ KK സരസമ്മ അവാർഡ് ദാനം ചന്ദ്രനാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അവാർഡ് ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ജേക്കബ് തോമസ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അഴിമതി, അതായത് വിജിലൻസ് രാജ്, അഴിമതിക്കെതിരെ നടപടി സ്വീകരിച്ചാൽ വിജിലൻസ് രാജ് എന്നാണ് നിരീക്ഷണം. അതായത് അഴിമതിക്ക് തന്നെ പുതിയ നിർവചനങ്ങളാണ് ഇപ്പോൾ സമീപഭാവിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വജനപക്ഷപാതം, ബജറ്റ് വിൽക്കൽ തുടങ്ങിയ പല പ്രശ്നങ്ങളൊക്കെ അതൊന്നും അന്വേഷിക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങൾക്ക് പോവാനേ പാടില്ല. ഏതെങ്കിലും RTO ഓഫീസുകളിലോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിലോ 100 രൂപയുടെ കൈക്കൂലികൾ മാത്രം അന്വേഷിച്ചാൽ മതി എന്ന ഒരു ഉപദേശമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം നിരീക്ഷണങ്ങളാണ് ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് തടസ്സമാകുന്നത്. ഇത് ഈ അഴിമതി വിമുക്ത കേരളം എന്ന ഒരു സന്ദേശം അറബിക്കടലിൽ എന്ന് ആരും പറയാത്ത ഒരു സ്ഥിതി ഉണ്ടാകട്ടെ എന്നും ജേക്കബ് തോമസ് പ്രസംഗമധ്യേ പറഞ്ഞു. അതേസമയം അദ്ദേഹത്തെ പുറത്തു വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, മടങ്ങിയെത്തുമോ, താങ്കൾ DGP സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, തിരുവനന്തപുരത്തേക്ക് ദൂരം കൂടുതലാണല്ലോ, തന്നെ അതായത് ഇതിൽ മറ്റൊരു കാര്യം, തണലാകേണ്ടവർ തന്നെ താണ്ഡവമാടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അഴിമതിക്കെതിരെ ശക്തമായ നടപടികളും ശക്തമായ നീക്കം തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നേ മതിയാകൂ എന്നും ജേക്കബ് തോമസ് പറഞ്ഞു. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. തിരുവനന്തപുരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ 4 പേർ കൊല്ലപ്പെട്ട നിലയിൽ 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞും ഒരു മൃതദേഹം വെട്ടിനുറുക്കി ചാക്കിൽ കിട്ടിയ നിലയിലുമാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുള്ളതായി പോലീസ്. മരിച്ച കുടുംബത്തിലെ മകനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി IG മനോജ് എബ്രഹാം പറഞ്ഞു. തിരുവനന്തപുരം നന്ദൻകോട് ബെയിൻസിന് സമീപമുള്ള ഇരുനില വീട്ടിലാണ് ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പുലർച്ചെ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് സമീപവാസികൾ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് തീ കെടുത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് രണ്ടാമത്തെ നിലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് വിശദമായി പരിശോധന നടത്തിയപ്പോൾ 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലും ഒരു മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. വീടിന്റെ ഉടമസ്ഥരായ റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കത്തിന്റെയും റിട്ടയർഡ് RMO ഡോക്ടർ ജീൻ പത്മയുടെയും
മകൾ ഡോക്ടർ കരോളിൻ്റെയും മൃതദേഹങ്ങളാണ് കത്തിയ നിലയിൽ കാണപ്പെട്ടത്. ജീൻ പത്മയുടെ സഹോദരി ലളിതയുടെ മൃതദേഹം വെട്ടിനുറുക്കി കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹങ്ങൾ 3 ബാത്റൂമിലും 1 ഹാളിലുമാണ് കിടന്നത്. മൃതദേഹങ്ങൾക്ക് കാലപ്പഴക്കമുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയ IG മനോജ് എബ്രഹാം പറഞ്ഞു. ഒരു 3 ദിവസത്തിൻ്റെ ഒരു കാലപ്പഴക്കം കാണുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസത്തിൻ്റെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഒരാൾ മിസ്സിങ്ങാണ്. അപ്പം മിസ്സിങ്ങായ ആൾക്ക് വേണ്ടി നമ്മൾ പിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. കൊലപാതകത്തിൽ മകൻ സെഡാലിൻ രാജയാണ് പോലീസ് തിരയുന്നത്. വീട്ടിൽ തീയുയരുന്ന സമയം സെഡാലിൻ വീട്ടിൽ നിന്ന് മതിൽ ചാടി പോകുന്നത് കണ്ടതായി സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സെഡാലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് മഴ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിഭാഗം എന്നിവർ വീട്ടിൽ വിശദമായി പരിശോധന നടത്തി. പ്രതിയെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പീഡനമെന്ന് പരാതി. ആലപ്പുഴ കറ്റാനം കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പോലീസ് കേസ് ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് ആക്ഷേപമുണ്ട്. സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പോലീസ് പ്രവർത്തിക്കരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങനെ പ്രവർത്തിച്ചാൽ സർക്കാർ നടപടിയെടുക്കുമെന്നും സർക്കാരിന് ആവശ്യം നേരിന്റെ പക്ഷത്തുള്ള പോലീസിനെയാണ് എന്നും പിണറായി വിജയൻ പറഞ്ഞു. നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി, സമൂഹത്തിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി നിലപാടുകൾ എടുത്താൽ അതിനോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വക്രബുദ്ധിക്കാർ നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പുറപ്പെട്ടാൽ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വക്രബുദ്ധിക്കാരുടെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന നില സർക്കാർ സ്വീകരിക്കുകയുമില്ല. അത് സർക്കാരിൻ്റെ ഒരു നിലപാട് തന്നെയാണ്. തെറ്റായ ഒന്നും പൊറുപ്പിക്കില്ല. അതേസമയം നല്ല രീതിയിൽ ശരിയായ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. മലപ്പുറം അരീക്കോട്ടെ നിസ്ലയുടെ കുടുംബത്തിന് 3 വർഷമായിട്ടും നീതി ലഭിച്ചില്ല. UDF സർക്കാരിന്റെ കാലത്ത് കേസെടുത്ത പോലീസ് പ്രതികളെ രക്ഷപ്പെടുത്തിയെന്ന് ഉമ്മ അസ്മാബി പീപ്പിൾ TVയോട് പറഞ്ഞു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. ലീഗ് നിയന്ത്രണത്തിലുള്ള അരീക്കോട് സുല്ലമുസ്ലാം ഓറിയന്റൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ട് 3 വർഷം തികയുകയാണ്. 9ാം ക്ലാസ്സിൽ 2 തവണ തോൽപ്പിച്ചതിനെ തുടർന്നാണ് അരീക്കോട് സുല്ലമുസ്ലാം ഓറിയന്റൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നിസ്ല 3 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തത്. 10ാം ക്ലാസ്സിലെ 100 മണി വിജയം ലക്ഷ്യമിട്ടായിരുന്നു ലീഗ് നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി. 10ാം ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങൾ വാങ്ങി ട്യൂഷന് പോയി തുടങ്ങിയ നിസ്ല 9ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന 2014 മെയ് 2-നാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനും പോലീസിലും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഉമ്മ അസ്മാബി പറയുന്നു. പിന്നെ ഒരു വന്ന് പിന്നെ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ കത്ത് വന്നത്. അങ്ങനെ സ്കൂളിൽ പോയി, നിങ്ങളെ പരാതിക്കനുസരിച്ച് ഞങ്ങൾ സ്കൂളിൽ പോയി. അവിടെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ മാർക്ക് കുറവായതിനാലാണ് തോറ്റതെന്ന് തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്. പോലീസ് ചെയ്യേണ്ടതിന് പിന്നെ സ്കൂളിലെ ഹെഡ്മാഷ ഒന്ന് കുറച്ച് ദിവസമെങ്കിലും ഒന്ന് ഇതാകണ്ടേന്, അതിൽ നിന്ന് പിരിച്ചു വിടണ്ടേന്ന്. അതൊന്നും ഓല് ചെയ്തില്ലല്ലോ. പോലീസ് ഓൽക്ക് അനുകൂലിയായിട്ടേക്കാരം. അതുകൊണ്ടാണ് ഞാൻ ആർക്കും ഇങ്ങനെ എൻ്റെ കുട്ടി ചെയ്ത പോലെ ഒരു കുട്ടികളും ചെയ്യരുത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ കുറ്റക്കാരാണെന്ന് വിദ്യാഭ്യാസ വകുപ്പും ബാലാവകാശ കമ്മീഷനും കണ്ടെത്തിയിരുന്നു. കുറ്റക്കാർക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്ന് പോലീസിന് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശവും നൽകി. എന്നാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചു. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരപരമ്പരകൾ നടന്നെങ്കിലും UDF സർക്കാർ അനങ്ങിയില്ല. 14 വയസ്സുകാരി നഷ്ടപ്പെട്ട കുടുംബം കണ്ണീരുമായി കഴിയുകയാണെന്നും. മകൾ നഷ്ടപ്പെട്ടിട്ട് 3 വർഷമായിട്ടും ഈ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. ക്യാമറമാൻ അനിൽ കല്ലേശ്ശേരിക്കൊപ്പം അരീക്കോട് നിന്നും AK ലതീഷ്. മഹിജയ്ക്കെതിരായ പോലീസ് നടപടി തെറ്റായിപ്പോയി എന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രൻ തമ്മിൽ ഫോണിൽ സംസാരിച്ചു. മഹിജയുടെ സമരം ഉടൻ തന്നെ ഒത്തുതീർപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞത്? അരുൺ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ICUവിൽ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ട് നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയെ കണ്ടതിന് ശേഷമാണ്
CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം പോലീസിന്റെ നടപടി തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ തന്നെ മഹിജയുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി. നിലവിൽ പോലീസ് ബുദ്ധി പ്രയോഗിക്കാതെയുള്ള നടപടികളാണ് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ സമരം നേരിട്ടപ്പോൾ ഉണ്ടായത് പോലീസിന്റെ ഭാഗത്തുനിന്നും. അതേസമയം തന്നെ IG-യുടെ റിപ്പോർട്ട് സ്വീകരിക്കണമോ തള്ളിക്കളയണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് തന്നെയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ നിർണായകമായ മറ്റൊരു സംഭവവികാസം ഇക്കാര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നതാണ്. സമരം ഒത്തുതീർപ്പാക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ കാനം നിലവിൽ മഹിജയുമായി നടത്തി എന്ന് ആണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനുശേഷമാണ് കോടിയേരി ബാലകൃഷ്ണനുമായി കാനം ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സമരം ഇന്ന് തന്നെ തീരാനുള്ള സാധ്യതയെ നമ്മൾ ഇക്കാര്യത്തിൽ നിന്ന് മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു. സമരം ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു അനുനയന നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫോർമുല ഉരുത്തിരിയുന്ന ചർച്ചയാണ് ഇരുവരും തമ്മിൽ നടന്നത് എന്ന സൂചനകളും നമ്മൾ നിലവിൽ ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി സമരത്തിൽ കഴിയുന്ന മഹിജയും ശ്രീജിത്തും മാധ്യമങ്ങളെ കാണും എന്നും അറിയിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ സമരം ഇന്ന് അവസാനിക്കാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സൂചനകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തന്നെയാണ് കാനം രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണനും ചർച്ച നടത്തിയിരിക്കുന്നത് എന്ന വിവരവുമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അരുൺ. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുന്നു. ഓശാന പെരുന്നാളിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങളും കുരുത്തോല പ്രദർശനവും നടന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലെമീസ് കത്തോലിക്ക ബാവ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് M. സൂസേപാക്യം വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പാളയം സമാധാന രാജ്ഞി ബസലിക്ക, പേരൂർക്കട ലൂർദ് ഹിൽ ദേവാലയം, നെട്ടയം ലിറ്റിൽ ഫ്ലവർ ചർച്ച് എന്നിവിടങ്ങളിലും തിരുക്കർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ഭരണാധികാരികൾ സ്തുതിപാഠകരെ സൂക്ഷിക്കണമെന്ന് മാർ ജോർജ് ആലഞ്ചേരി. ഓശാനയോടനുബന്ധിച്ച് എറണാകുളം സെന്റ് ബസലിക്ക പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയായിരുന്നു മാർ ജോർജ് ആലഞ്ചേരി. രാവിലെ 7 മണിയോടെയാണ് ബിഷപ്പ് ഹൌസിലെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് കത്തീഡ്രലിലേക്കുള്ള കുരുത്തോല പ്രദക്ഷിണം നടന്നു. വിശുദ്ധ വാരാചരണമായതിനാൽ യേശുക്രിസ്തുവിന്റേത് എന്ന് വിശ്വസിക്കുന്ന പുതുക്കി പണിത കല്ലറയിലേക്ക് സന്ദർശക പ്രവാഹമാണ്. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിവസങ്ങളിൽ ഇത്തവണ സന്ദർശകരെ കാത്തിരിക്കുന്നത് പുതുക്കി പണിത കല്ലറയാണ്. 200 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ്. ഇസ്രയേൽ അധിനിവേശ കിഴക്കൻ ജെറുസലേമിലാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ദേവാലയം. 4-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശം തീർത്ഥാടന കേന്ദ്രവുമാണ്. എന്നാൽ 200 വർഷത്തെ ചരിത്രത്തിൽ ഇത്തവണ ആദ്യമായി ഈസ്റ്ററിന് സന്ദർശകരെ കാത്തിരിക്കുന്നത് യേശുവിന്റെ പുതുക്കി പണിത കല്ലറയാണ്. എക്യുമെനിക്കൽ ചടങ്ങുകളോടെ കല്ലറ സ്ഥിതി ചെയ്യുന്ന എഡിക്യൂൾ വിശ്വാസികൾക്കായി തുറന്നു നൽകിയത് കഴിഞ്ഞ മാസമായിരുന്നു. ഇത്തവണത്തെ ഈസ്റ്ററിന് മുൻപ് തന്നെ പുതുക്കിയ കല്ലറ സന്ദർശകർക്കായി തുറന്നു നൽകാൻ തിരക്കിട്ട ജോലികളായിരുന്നു. 1810-ൽ നിർമ്മിച്ച എഡിക്യൂൾ എന്ന ചെറുനിർമ്മിതി വിദഗ്ധ സംഘം 9 മാസം എടുത്താണ് പൂർത്തിയാക്കിയത്. പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കല്ലറയുടെ മുകളിലെ മാർബിൾ സ്ലാബ് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി തുറന്നത് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു. ക്രിസ്തുവിന്റെ ശരീരം കിടത്തിയെന്ന് കരുതുന്ന കരിങ്കൽ തട്ട് പരിശോധിക്കാനായിരുന്നു ഇത്. ലൈംസ്റ്റോണിൽ നിന്നും മുറിച്ചുണ്ടാക്കിയ സ്ലാബിന് മുകളിലാണ് കുരിശിലേറ്റി വധിച്ച യേശുവിന്റെ മൃതദേഹം കിടത്തിയത് എന്നായിരുന്നു വിശ്വസിക്കപ്പെടുന്നത്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടേക്ക് പുതുക്കിയ സാഹചര്യം കൂടി പരിഗണിച്ച് ഇത്തവണ വിശ്വാസികളുടെ ഒഴുക്കാണ്. ന്യൂസ് ഡെസ്ക്. പീഠാനുഭവത്തിന് മുൻപ് ജെറുസലേമിലേക്ക് എത്തിയ യേശുക്രിസ്തുവിനെ ജനം വരവേറ്റതിന്റെ ഓർമ്മയിൽ മറയൂരിലെ വിശ്വാസികൾ കയ്യേന്തുന്നത് ഒലിവുമരത്തിന്റെ ചില്ലകളാണ്. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള കാന്തല്ലൂർ വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലാണ് വിശ്വാസികൾ ഒലിവ് ചില്ലകൾ കയ്യിലേന്തിയത്. ഓശാന തിരുനാളിൽ മറയൂർ മലനിരകളിലെ വിശ്വാസികൾ കയ്യിലേന്തിയത് ഒലിവുമരത്തിന്റെ ചില്ലകളാണ്. യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്തുകയറി ജെറുസലേമിലേക്ക് നടത്തിയ രാജകീയ യാത്ര ജനമെതിരേറ്റത് കയ്യിലിരുന്ന വസ്ത്രങ്ങൾ വിരിച്ചും ഒലിവുമരത്തിന്റെ ചില്ലകൾ കയ്യിലേന്തിയുമാണ്. ഇതിനെ അനുസ്മരിച്ച് വിശ്വാസികൾ ഓശാന ഞായറിൽ ഒലിവ് ചില്ലകളുടെ അഭാവത്തിൽ സാധാരണ കുരുത്തോലയാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ മറയൂർ മലനിരകളിലെ ക്രിസ്തീയ വിശ്വാസികൾ ഒലിവുമരത്തിന്റെ ചില്ലകൾ കയ്യിലേന്തി യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിക്കുകയായിരുന്നു. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള മറയൂർ സഹായഗിരി സെന്റ് മേരീസ് ദേവാലയത്തിന്റെ സ്റ്റേഷൻ പള്ളിയായ
കാന്തല്ലൂർ വേളാങ്കണ്ണിമാതാ ദേവാലയത്തിലാണ് വിശ്വാസികൾ ഒലിവ് ചില്ലകൾ കയ്യിലേന്തിയത്. ഇടവകക്കാരനും കാന്തല്ലൂർ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലെ കായിക അധ്യാപകനുമായ ജോർജ് ജോസഫ് വീട്ടിൽ നട്ടുവളർത്തിയ ഒലിവ് മരത്തിന്റെ ചില്ലകളാണ് വിശ്വാസികൾക്കായി ദേവാലയത്തിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 2 പതിറ്റാണ്ടായിട്ടും നോക്കുകുത്തിയായി മണിമല മേജർ കുടിവെള്ള പദ്ധതി. മലയോര മേഖലയിലെ 5 പഞ്ചായത്തുകളുടെ ദാഹം തീർക്കാൻ ഉതകുന്ന പദ്ധതി പൂർണ്ണമായും നിലച്ചു. 52 കോടി ചെലവിട്ട പദ്ധതിയെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 1.5 ലക്ഷം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി പരക്കം പായുന്നത്. 2 പതിറ്റാണ്ട് മുമ്പ് രൂപം കൊടുത്ത മണിമല മേജർ കുടിവെള്ള പദ്ധതിക്ക് 52 കോടി രൂപയാണ് ഇതുവരെ ചെലവിട്ടത്. നിർമ്മാണം തുടങ്ങി 14 വർഷം പിന്നിട്ടിട്ടും മണിമല, വെള്ളാവൂർ, വാഴൂർ, ചിറക്കടവ്, പള്ളിക്കത്തോട് പഞ്ചായത്തുകളിലെ 1.5 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കേണ്ട പദ്ധതി ഇപ്പോഴും പ്രയോജനരഹിതം. പദ്ധതിക്കായി കുളത്തുങ്കലിൽ സ്ഥാപിച്ചിട്ടുള്ള 90 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലശുദ്ധീകരണ ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായി. ഈ സാഹചര്യത്തിൽ കുടിവെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട സ്ഥിതിയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളമില്ല, കുടിക്കാനില്ല, കുളിക്കാനില്ല, നനയ്ക്കാനില്ല. ഇവിടെ ഏറ്റവും ക്ഷാമമുള്ള ഒരു സ്ഥലമാണ്. നാട് കുടിവെള്ളത്തിനായി പരക്കം പായുമ്പോഴും സ്ഥലം MLA നിശബ്ദത പാലിക്കുകയാണെന്നാണ് ജനങ്ങളുടെ ആരോപണം. നയനാർ മന്ത്രിസഭയിലെ ബേബി ജോൺ ജലസേചന വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് തറക്കല്ലിട്ട പദ്ധതിയാണിത്. കാലങ്ങളായി ഇവിടുത്തെ ജനപ്രതിനിധി UDFന്റെ കേരള കോൺഗ്രസിന്റെ MLA ആണ്. അദ്ദേഹവും ഈ പദ്ധതിയോടെ വേണ്ടത്ര ഗൗരവത്തോടെ ഇതിനെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഈ പദ്ധതി ഇത്രയും നീണ്ടുപോകാൻ കാരണം. പദ്ധതി പ്രദേശത്തെ ഗേറ്റ് ഇളക്കി മാറ്റിയ അവസ്ഥയിലാണ്. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിവിടം. 2016 മാർച്ചിൽ പദ്ധതി പൂർത്തീകരിച്ച് ജലവിതരണം നടത്തുമെന്ന അധികൃതരുടെ ഒടുവിലത്തെ പ്രഖ്യാപനവും പാഴ്വാക്കായി. അധികൃതരുടെ പാഴ്വാക്കാകുന്ന പ്രഖ്യാപനം കേട്ട് ജനങ്ങൾ മടുത്തെങ്കിലും കുടിവെള്ളത്തിനായി പരക്കം പായുന്ന ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ. മണിമലയിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരയോടൊപ്പം TP പ്രശാന്ത്. തൃശൂർ പൂങ്കുന്നം ശ്രീ സീതാരാമ സ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ക്ഷേത്രം പൂജാരിമാർക്കും ജീവനക്കാർക്കുമാണ് ഫ്ളാറ്റ് സമുച്ചയം തുറന്നത്. കല്യാൺ ജ്വല്ലേഴ്സ് MD TS കല്യാണരാമന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന് സമീപം ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കല്യാൺ സിൽക്സ് MD TS പട്ടാഭിരാമൻ, CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ, കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു.